ഹലോ മൈ ഡിയർ CBSE 10 ഫാമിലി മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെഡറലിസത്തിൽ എന്താണ് സാർ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഫെഡറലിസം എന്നുള്ള കാര്യമാണ് സാർ ഇവിടെ സിമ്പിളായിട്ട് 2 മിനിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക, ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ സാധനം. എന്താ സാർ സ്ട്രോങ് ആയിട്ടുള്ള ചായയും കാപ്പിയും എന്തെങ്കിലുമാണോ? അല്ല, ഈ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റ് ഇസ് എ ബ്രോഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത് ഏറ്റവും വലുതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇതിനങ്ങനെ നമുക്ക് ഒരു ലിമിറ്റേഷൻ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വെക്കാൻ പറ്റില്ല. ആക്ച്വലി ഇത് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുപ്പമുള്ള. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 2 ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഏതാ സാർ 2 ലെവൽ ഓഫ് ഗവൺമെന്റ്? നമുക്കറിയാം ഒരു സെൻട്രൽ, ഓക്കെ, ഒരു സെൻട്രൽ ഗവൺമെന്റ് നമുക്കുണ്ട്. ഓക്കെ, ഒരു സെൻട്രൽ ഗവൺമെന്റ് നമുക്കുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് നമുക്കുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. നമുക്കറിയാം ഇപ്പം നമ്മൾ ഭരിക്കുന്ന BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ആ സ്റ്റേറ്റ്സിൽ ഓരോന്നിലും ഓരോ ഭരണാധികാരികളുണ്ട്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻറ്ററും ഉണ്ടാവും, അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്സിലും നമുക്ക് ഭരണവും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഫെഡറലിസം കൊണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റും കാണാൻ പറ്റും, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഗവൺമെന്റിനെ കാണാൻ പറ്റും. അപ്പോൾ 2 ടയർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളറിയാം 2 ലെവൽ ഓഫ് ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ലെവൽ ഓഫ് ഫെഡറലിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ലെവൽസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫെഡറലിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സെൻട്രലിലും സ്റ്റേറ്റിലും നമുക്ക് കാണാൻ പറ്റുന്ന അധികാര വിഭജനം അഥവാ പവർ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ സാർ എഴുതാം പവർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള എഴുതാം. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ? പവർ ഡിസ്ട്രിബ്യൂഷൻ അഥവാ ഈ പറഞ്ഞിട്ടുള്ള അധികാര വിഭജനം സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫെഡറലിസം എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ആ ഡെഫിനേഷൻ കൂടെ കാണാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ സെൻട്രൽ അതോറിറ്റി ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സ് അഥവാ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്സുകൾ. അത് വേരിയസ് ആണ്, കുറേ കാണാൻ പറ്റും, 2 or more than 2 ടയേഴ്സ്. അവിടെ തന്നെ വീണ്ടും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഫെഡറലിസം എന്താണെന്നുള്ള ഒരു സിമ്പിൾ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റും കാണാൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെന്റിലും പവർ അഥവാ അധികാരത്തിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. 2 ലെവൽ ഓഫ് ഈ പവർ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിട്ടുള്ള ഫെഡറലിസം. ഓക്കെ, എന്താണ് ഫെഡറലിസം? അപ്പോൾ ഈ ഫെഡറലിസത്തിന് ഒരു എക്സാമ്പിൾ ഏതാണെന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ താഴെ, ഈ വീഡിയോന് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് കൃത്യം 7 മണിക്ക് ഹരിസാറ് ഫെഡറലിസത്തിന്റെ ഒരു 1 ഷോട്ട് ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ ഫ്രണ്ട്സിനും വിളിച്ചിട്ട് കൃത്യം നമ്മുടെ 7 മണിക്ക് നമ്മുടെ ചാനലിലേക്ക് എത്താൻ നോക്കുക. അടിപൊളിയായിട്ട് ഈ ഫെഡറലിസത്തിന് പലതരത്തിലുള്ള ഫോംസ് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇന്ന് രാത്രി 7 മണിയുടെ ലൈവിൽ ഹരിസാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യം 7 മണിക്ക് തന്നെ എത്താൻ നോക്കുക. അടിപൊളിയായിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. ഹാപ്പി ലേണിംഗ്.